വിശദമായ വാർത്തയിലേക്ക്. ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാന സർക്കാർ 14 ജില്ലകളിലും പരിശോധന നടത്താൻ അധികാരം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സുരക്ഷാ റേറ്റിംഗ് ഉടൻ നടപ്പാക്കുമെന്നും പച്ചമുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസ് നിരോധിച്ചതായും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പരിശോധനകൾക്കായി സംസ്ഥാനതല സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. 14 ജില്ലകളിലും പരിശോധന നടത്താൻ ഫോഴ്സിന് അധികാരം നൽകും. ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണ വിതരണത്തിന് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് അനുമതി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഹൈജീൻ റേറ്റിംഗ് ആപ്പ് 20 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഏതൊക്കെ ഹോട്ടലുകളാണ് ഹൈജീൻ റേറ്റിംഗിൽ വകുപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അത് ആപ്പ് റെഡി ആയിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ കൂടി അവൈലബിൾ ആക്കുകയാണ്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത ആഴ്ച മിക്കവാറും നമുക്കത് പൊതുസമൂഹത്തിനായി യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കരുതുന്നത്. അതിന്റെ എല്ലാ കമ്പോണൻസും റെഡിയായി അവർ പ്ലേ സ്റ്റോറിൽ കൂടി അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. കൂടുതൽ നേരം തുറന്നു വെക്കുന്ന നോൺ വെജ് മയോണൈസ് ഭക്ഷ്യവിഷബാധകളിലെ സ്ഥിരം വില്ലനാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് നിരോധിച്ചത്. പകരം വെജിറ്റബിൾ മയോണൈസോ പാസ്ചറൈസ്ഡ് ചെയ്ത മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസോ ഉപയോഗിക്കാം. ഭക്ഷണം പാഴ്സൽ കൊടുക്കുമ്പോൾ നൽകുന്ന സമയവും ഷവർമ അടക്കമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സൂക്ഷിച്ച ഇറച്ചിയാണ് പിടിച്ചത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വീടിന്റെ പുറത്തു സൂക്ഷിച്ചിരുന്ന ഫ്രീസറുകളിൽ നിന്നായി 500 കിലോഗ്രാമോളം ഇറച്ചിയാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്നുമാണ് രോഗം ബാധിച്ച ചത്ത കോഴികളുടെ ഇറച്ചി കൊണ്ടുവന്നത് എന്നാണ് വിവരം. പിടിച്ചെടുത്ത മാംസം അഴുകി തുടങ്ങിയിരുന്നു. ഈ സാധനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചത്ത കോഴിയും ഈ കൈ കാല് തളർച്ചയുള്ള കോഴികളൊക്കെ ഫാമിൽ നിന്ന് കയറി വരുന്നത് അത് ഫ്രീസറാക്കിയിട്ട് ട്രെയിൻ മാർഗം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആ സാധനം ഇതുപോലുള്ള ഗോഡൗണുകളിലെടുത്ത് സൂക്ഷിച്ച് അവിടെ നിന്ന് ഷവർമ അൽഫാമ മാതിരിയുള്ള വലിയ വലിയ കടകളിലേക്ക് വില കുറച്ച് കയറി പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ സംഭവം. പരിശോധനയിൽ 150 കിലോഗ്രാം പഴകിയ എണ്ണയും പിടിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാട് സ്വദേശി ജുനൈസിന്റേതാണ് സ്ഥാപനം. 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ പരിശോധന നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. നഗരസഭയുടെ ലൈസൻസുകൾ ഇല്ലാതെയാണ് ഇറച്ചി സൂക്ഷിച്ചതെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. 6 മാസമായി സ്ഥാപനത്തിൽ നിന്നും നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ചിക്കൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും ഇവിടെ നിന്നും കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ഇറച്ചി കൊണ്ടുവരുന്നുവെന്ന് ജീവനക്കാർ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കലോത്സവത്തിലെ വിവാദങ്ങൾ അനാവശ്യമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നു. പഴയിടത്തിനും കനകദാസിനും കേരളത്തിൽ ജീവിക്കാൻ കഴിയാതെയാക്കുന്നുവെന്നത് ദുഃഖകരമാണ്. കലോത്സവത്തിലെ സ്വാഗതഗാനത്തെ ആദ്യം മുഖ്യമന്ത്രി അടക്കം അഭിനന്ദിച്ചെത്തിയതാണ്. മുഹമ്മദ് റിയാസും യൂത്ത് ലീഗും താലിബാന്റെ വക്താക്കളാണോ എന്നും വി മുരളീധരൻ ചോദിച്ചു. പഴയിടത്തിന്റെ പാചകം പാടില്ല, കനകദാസിന്റെ പാട്ട് പാടില്ല. പഴയിടം മോഹനൻ നമ്പൂതിരിക്കും കലാകാരൻ കനകദാസിനുമൊക്കെ കേരളത്തിൽ ജീവിക്കാൻ ഭയമാകുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം രണ്ടാളുകളുടെ ജീവിതോപാധിയെ തടസ്സപ്പെടുത്തുന്ന സമീപനം, ആ സമീപനമാണ് ഒരു സ്കൂൾ കലോത്സവത്തിന്റെ പേരിൽ കേരളത്തിലുണ്ടായത്. ഇന്ന് രാജ്യത്തെ യാഥാർത്ഥ്യങ്ങൾ, ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ പുതിയ തലമുറയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെ ഇവരെല്ലാവരും എന്തിനു ഭയക്കുന്നു, എന്തിന് അത് തടയാൻ ശ്രമിക്കുന്നു? സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന സംസ്ഥാനത്തിന്റെ പരാതി കള്ളമാണെന്ന് അദ്ദേഹം പറഞ്ഞു. UPA സർക്കാർ നൽകിയതിന്റെ 4 മടങ്ങാണ് മോദി സർക്കാർ നൽകിയത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ടും ഫണ്ട് നൽകുന്നുണ്ട്. 2009-2014 കാലത്ത് UPA സർക്കാർ നൽകിയത് 55,000 കോടിയാണെങ്കിൽ മോദി സർക്കാർ 5 വർഷം കൊണ്ട് നൽകിയത് 2,30,000 കോടിയാണ്. കണക്കുകൾ തെറ്റാണെന്ന് തെളിയിക്കാൻ ധനമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ൽ ചേരിപ്പോര് രൂക്ഷമായ കുട്ടനാട്ടിൽ പ്രശ്നപരിഹാരത്തിനായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അനുരഞ്ജന ചർച്ചകൾ തുടങ്ങി. കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ പ്രതികാര നടപടികളിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ 289 പേർ പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. ഇനിയും കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട പ്രതിസന്ധി പരിഹാരത്തിന് ശ്രമം തുടങ്ങിയത്.
ലഹരിക്കടത്ത് വിവാദത്തിൽ കടുത്ത പ്രതിരോധത്തിലായ CPM-ന് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് കുട്ടനാട്ടിലെ കൂട്ടരാജി. ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 6 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയത് 289 പേർ. കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങൾ മുതൽ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ വിവിധ ലോക്കൽ കമ്മിറ്റികൾ പ്രതിഷേധത്തിലാണ്. ഡിസംബർ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വിഭാഗീയത അവസാനിപ്പിക്കാനെന്ന പേരിൽ ഏരിയ കമ്മിറ്റി പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് അന്ന് രാമങ്കരി ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചത് 46 പേർ. തൊട്ടുപിറകെ തലവടി നോർത്ത്, മുട്ടാറ്, കാവാലം, വെളിയനാട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും രാജിക്കത്തുകൾ ഒഴുകി. ഏറ്റവും ഒടുവിൽ ഇന്നലെ പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മുഴുവൻ പേരും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് രാജിക്കത്തയച്ചു. വരും ദിവസങ്ങളിലും രാജിപ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് നേതൃത്വത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ. നീലംപേരൂർ, കാവാലം, കുന്നമ്മൽ ലോക്കൽ കമ്മിറ്റികളാണ് പുതുതായി പ്രതിഷേധം ഉയർത്തുന്നത്. ഇതോടെയാണ് സംസ്ഥാന നേതൃത്വം പ്രതിസന്ധി പരിഹാരത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാനെ നിയോഗിച്ചത്. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന അനുരഞ്ജന ചർച്ചകളിൽ ജില്ലാ സെക്രട്ടറി R. നാസറും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. സാങ്കേതിക സർവകലാശാല വിസിക്കെതിരായ സിൻഡിക്കേറ്റ് നീക്കത്തിൽ പ്രതികരണവുമായി ഗവർണർ. വൈസ് ചാൻസലറുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല. KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നതിനെക്കുറിച്ച് അറിയില്ല. വിവാദങ്ങളിൽ കക്ഷി ചേരാൻ താൽപര്യമില്ല. ചിലർ സർവകലാശാലകളെ തകർക്കാൻ നോക്കുകയാണ്. ആത്യന്തികമായി ദോഷം വിദ്യാർത്ഥികളുടെ ഭാവിക്കാണെന്നും ഗവർണർ പറഞ്ഞു. Our concern should be that university should run smoothly, because if it does not run smoothly, the only people who will suffer will be the students and the future generations of Kerala. പോലീസ് സേനയിൽ നിന്ന് PR സുനുവിന് പിന്നാലെ ജയസനിലെയും പിരിച്ചുവിടാൻ നീക്കം. അയിരൂർ മുൻ SHO ആണ് ജയസനിൽ. പോക്സോ കേസ് പ്രതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് ഇയാൾ. ജയസനിൽ ഉൾപ്പെടെ പ്രശ്നക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി. പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെട്ട ഇൻസ്പെക്ടർ PR സുനുവിനെ പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തുടങ്ങിയത്. ബലാത്സംഗം, പോക്സോ അടക്കം ഗൌരവ ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്താണ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ പട്ടിക പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പട്ടികയ്ക്ക് DGP അംഗീകാരം നൽകി. വർക്കല അയിരൂർ സ്റ്റേഷനിലെ SHO ആയിരുന്ന ജയസനിലും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിരിച്ചുവിടൽ നടപടിയുടെ പരിഗണനയിലാണ് ജയസനിലും ഉൾപ്പെട്ടത്. പോക്സോ കേസിൽ ഉൾപ്പെട്ട യുവാവിനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിൽ പ്രതിയാണ് ജയസനിൽ. കേസിൽ ഉൾപ്പെടും മുമ്പ് കൈക്കൂലി കേസിൽ സസ്പെൻഷനിലായിരുന്നു. റിസോർട്ടുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതടക്കം ഒട്ടേറെ ആരോപണങ്ങളും ജയസനിൽ നേരിടുന്നുണ്ട്. പോക്സോ കേസ് പ്രതിയെ പീഡിപ്പിച്ച സംഭവം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ജയസനിലിനെതിരെ നടപടിക്കൊരുങ്ങാനുള്ള തീരുമാനം. നിലവിൽ 5-ലധികം ഗൌരവ ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. SI-മാരും CI-മാരും പട്ടികയിലുണ്ട്. നടപടികൾ ആരംഭിക്കാൻ പട്ടിക DGP DIG അഡ്മിനിസ്ട്രേഷന് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. PT-7 2 കാട്ടാനകളാണ് ഇന്ന് പുലർച്ചെ ഇറങ്ങിയത്. PT-7 പിടിക്കാനുള്ള ദൌത്യസംഘം പാലക്കാട്ടെത്താൻ 2 ദിവസം കൂടി കഴിയും. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം PT-7 ആയിരുന്നു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ PT-7നോടൊപ്പം 2 കാട്ടാനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെയും കാട്ടാനക്കൂട്ടം ഇറങ്ങുകയും കൃഷി വലിയ തോതിൽ നശിപ്പിക്കുകയും ചെയ്തു. നമുക്ക് കാണാം, ഈ നെൽപ്പാടങ്ങളിലെല്ലാം തന്നെ ഇന്ന് രാവിലെ ഇത് കുറുകെ കടന്നാണ് കാട്ടാനകൾ സഞ്ചരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. ഗോപേട്ട, ഇത് എപ്പോഴാണ് ഈ വന്നിട്ടുള്ളത്? രാവിലെ 6 മണിക്ക്. രാവിലെ 6 മണി 6:30 ആവും. 3 കൂടി ഇതിലേ വന്നു. അവിടെ ഷോക്ക് കൊടുത്ത കാരണം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. നേരെ ഇതിൽ വന്ന് കയറി കൂപ്പിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴേക്ക് ഫോറസ്റ്റുകാർ വന്ന് പടക്കവും ലോഞ്ചറൊക്കെ പൊട്ടിച്ച് അവർ കൂപ്പിലേക്ക് കയറ്റി. ആളുകളെല്ലാം വലിയ പേടിയിലാണ്. ഭയങ്കര പേടിയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല രാത്രി. ഇതിപ്പോ ഈ കുറെ ദിവസമായി ഇപ്പം ആനയെ പിടിക്കുന്നു പറയുന്നല്ലാതെ ഈ നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നു. എന്താണ് ഒരു അവസ്ഥ ഇപ്പോൾ? ഇതിപ്പോൾ ആദ്യത്തെ ഉത്തരവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പ്രകൃതി ശ്രീവാസ്തവ ഇട്ട ഉത്തരവിനെ പിന്നീട് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ആയിട്ടുള്ള ഗംഗാ സിംഗ് വന്നിട്ട് ചില ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഈ സമയത്തെല്ലാം ആദ്യത്തെ ഉത്തരവ് നവംബർ 26-നായിരുന്നു. അതിനുശേഷം ഈ സമയം വരെ ആനയെ പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ആനയ്ക്ക് വേണ്ടിയിട്ട് വയനാട്ടിൽ മുത്തങ്ങയിൽ ഉണ്ടാക്കിയ കൂട്ടിനകത്ത് PM2-നെ അവിടെ വയനാട്ടിൽ പിടിക്കാനും കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമുക്ക് പാലക്കാട് ഭാഗത്ത് നെൽകൃഷിയോട് എന്തെങ്കിലും അത്തരത്തിലുള്ള സമീപനം അധികാരികൾക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ തവണ നിങ്ങൾ റിപ്പോർട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, ഒരു 10 ദിവസം കൂടെ ഇതിനൊരു സമയം കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് വിളവെടുക്കാൻ. പാട്ടകൃഷിക്കാരുണ്ട്,
വളരെ വലിയ ഏക്കറേജ് ഒന്നുമല്ല. അവനവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം കൂടിയാണ് ഇങ്ങനെ ആന ചവിട്ടി നശിപ്പിച്ച് പോകുന്നതെന്നുള്ളത് കാണാതിരുന്നുകൂടെ. ഉദ്യോഗസ്ഥ അലംഭാവം. ഇന്നലെ 3 ആനകൾ വളരെ പകൽ വെളിച്ചത്തെ 6:45 മണിക്കാണ് ക്രോസ് ചെയ്തതെങ്കിൽ ഇന്ന് 6:30 മണിക്കാണ് പുലർച്ചെ 6:30 ഈ നാശം വിധിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഉടനീളം പാടശേഖരത്തിന് ഒത്ത നടക്കി കൂടെ 3 ആനകൾ നടന്നു പോയാൽ ഉണ്ടായേക്കാവുന്ന നാശം എന്താണെന്ന് നിങ്ങൾക്ക് കാണിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എന്താണ് ഇവിടെ എല്ലാ ദിവസവും ഇറങ്ങുന്നതാണോ? ഇതുവരെയ്ക്കും ഇന്നലെ വരയ്ക്കും ഇറങ്ങിയിട്ടില്ല. ഇന്നലെ 6 മണി വரைക്കും ഞാൻ ഈ വരുമ്പത്തേ ഉണ്ട്. ഇന്നലെ 6 മണിക്ക് ഒരു ഷേവുമില്ല. ഇന്നിപ്പോൾ നേരം വെളുത്തപ്പുള്ള പരിപാടിയുണ്ട്. വലിയ പേടിയാണല്ലേ? കൃഷി നശിക്കുന്നത് മാത്രമല്ല, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടി തന്നെ, മരിക്കാൻ പേടി തന്നെയല്ലേ. അപ്പം ഞങ്ങൾ 6 മണിയാകുമ്പോൾ ഇരുട്ടാൻ വേണ്ടി ഞങ്ങൾ നടക്കും വീട്ടിലേക്ക്. അമ്പലത്തിൻ്റെ അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ നമ്മളൊന്നും അറിയില്ല. വിനോയ്, ഇപ്പം ഈ നേരത്തെ PT7 മാത്രമായിരുന്നു, ഇപ്പം PT7 അപ്പോൾ 2 ആന കൂടി ഉണ്ട്. അപ്പോൾ ഈ വനം വകുപ്പ് എന്താ പറയുന്നത്? അത് എന്തെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കും? വനം വകുപ്പ് ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൂടിൻ്റെ പരിശോധന കുങ്കിയെ കൊണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആനയെ പിടിക്കാനുള്ള, തളയ്ക്കാനുള്ള, മയക്കുവെടി വെക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള വയനാട്ടിനകത്ത് ആനയുടെ ആ ഡ്രൈവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ഡോക്ടർ ചെറിയ രീതിയിലെങ്കിലും പരിക്കേറ്റുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവധിയൊക്കെ ദൈർഘ്യമേറിയതാണെങ്കിൽ, അദ്ദേഹം അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷേ ദൈർഘ്യമേറിയതാണെങ്കിൽ വീണ്ടും ഈ നെൽപ്പാടം കൊയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ ആനകൾ, ഈ ആനകൾ കൊണ്ട് തീരുന്നില്ല. ഇവിടെ കുളത്തിനടുത്ത് വന്നിട്ട്, മലമ്പുഴയല്ല, ഇപ്പോഴത്തെ പഴമ്പുള്ളിയിലും ധോണിയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന 7 ആനകളുടെ കൂട്ടാണ്. 7 ആനയിൽ 3 എണ്ണമാണ് ഇപ്പോൾ ഈ നാശം വിതച്ചതും നമ്മൾ റോഡിൽ കൂടെ പോകുന്നതെല്ലാം കണ്ട്. മറ്റാനകളുമുണ്ട്. സമാനമായ രീതിയിൽ ഈ ആനകളെല്ലാം കൃഷിയിടത്തിലേക്ക് തക്കം പാർത്ത് ഇറങ്ങുന്നുണ്ട്. എത്ര പേരെ നിയോഗിച്ചിട്ടും എത്ര ആളുകളെ കൊണ്ടും ഇതിനെയൊന്നും വനത്തിനകത്ത് തന്നെ നിർത്താൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ പോരായ്മ. ഇവരുടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിൽ റോഡുള്ളിടത്തിൽ കൂടെ പോകുന്നത് കൊണ്ട് കൃഷിയുള്ള സ്ഥലങ്ങളിലെ നെൽകൃഷിയോ അല്ലെങ്കിൽ മറ്റ് കൃഷികളോ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വസ്തുതയാണ്. അത് കാണാതിരുന്നുകൂടെ. അപ്പോൾ ആനയെ പകൽ വെളിച്ചത്തിൽ, ഇവർ ആട്ടിക്കയറ്റുകയാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ തന്നെ കുങ്കിയുടെ സഹായത്തോടുകൂടി വനത്തിലേക്ക് തുരത്തണം. ഇതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരങ്ങളിൽ ആന പുറത്തേക്ക് എത്തി പുറത്തു നിന്ന് നേരെ വനത്തിൻ്റെ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വനംവകുപ്പുകാരുടെ സ്വരന്മാരാണ്. വനംവകുപ്പുകാർ അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്താണല്ലോ നിൽക്കുന്നത്, എന്താ ചെയ്യാന്ന്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് നിർത്തുന്നതിന് ഞങ്ങൾക്ക് തുരത്തി കയറ്റേണ്ടതില്ല. എന്നാൽ അതേ ഉത്തരവാദിത്വം തന്നെ ഈ നശിപ്പിച്ച പാടശേഖരങ്ങൾക്കകത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും. അതൊരു ക്രിമിനൽ ബാധ്യതയായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാതെ ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ആകുന്ന കർഷക സംഘം കരുതുന്നില്ല. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ രീതിയിൽ ആനകൾ ഇറങ്ങുന്നത് വലിയ കൃഷിനാശം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. എത്രയും വേഗം ആനയെ പിടിക്കാനുള്ള നടപടി ഉണ്ടാകണം. അതോടൊപ്പം മറ്റ് ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തിവിടാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നതാണ് ഈ പ്രദേശത്തു നിന്നും ആളുകൾ പറയുന്നത്. വയനാട്ടിൽ വീണ്ടും കടുവയാക്രമണം. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. മാനന്തവാടി, വാളാട്, പുതുശ്ശേരി, വെള്ളാരം കുന്നിലാണ് ആക്രമണമുണ്ടായത്. പള്ളിപ്പുറത്ത് സാലുവിനാണ് കടുവയുടെ കടിയേറ്റത്. വനമുദ്യോഗസ്ഥർ എത്തിയപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചു. പണ്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ആദ്യ പോലെ ഞങ്ങൾ പറയുന്ന സംഭവം അതിനെ കൊല്ലാണ്ട് വിടുന്ന ഒരുത്തരം വിടുന്നോട് വണ്ടി വാങ്ങി വിടും. തിരുവനന്തപുരത്ത് KPCC നിർവാഹക സമിതി യോഗം പുരോഗമിക്കുകയാണ്. ശശി തരൂരും TN പ്രതാപനും അടക്കമുള്ള MPമാർ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന പരസ്യ പ്രതികരണം നടത്തിയത് യോഗം ചർച്ച ചെയ്യും. MPമാർ സ്വന്തം നിലയിൽ നടത്തിയ പ്രഖ്യാപനത്തിനെതിരെ കടുത്ത വിമർശനം ഇന്നലത്തെ KPCC ഭാരവാഹി യോഗത്തിലുണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ താക്കീത് നൽകണം എന്ന ആവശ്യവും ഉയർന്നു. നിർവാഹക സമിതിയിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. KPCCയുടെ ഫണ്ട് സമാഹരണത്തിനായുള്ള 138 രൂപ ചലഞ്ചും പ്രഖ്യാപിക്കും. ബ്ലോക്ക്, മണ്ഡലം, ജില്ലാ പുനഃസംഘടനയ്ക്കായി സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം യോഗത്തിൽ ഉണ്ടാകും. ശശി തരൂർ MPയുടെ 2ാം മലബാർ പര്യടനത്തിൽ മുഖ്യമായും കൂടിക്കാഴ്ചകൾ മുസ്ലിം മതസംഘടനാ നേതാക്കളുമായാണ്. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച 100K കേഡേഴ്സ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. സമുദായ നേതാക്കളെ കാണുന്നതിൽ തെറ്റെന്തെന്ന് ചോദിച്ച തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച ഇപ്പോൾ തുടങ്ങുന്നതിൽ പ്രസക്തിയില്ലെന്നും വ്യക്തമാക്കി. 2 മാസത്തിനിടെ ശശി തരൂർ മലബാറിലെത്തുന്നത് ഇത് 2ാം തവണ. ഇത്തവണത്തെ പര്യടനത്തിൽ ശ്രദ്ധേയം മുസ്ലിം മതസംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ്. മലപ്പുറം ജില്ലയിൽ ആദ്യം വേദി പങ്കിട്ടത് PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ 100K കേഡേഴ്സിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തയ്യാറാണോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക്
ശശി തരൂരിന്റെ മറുപടി ഇങ്ങനെ: നോക്കൂ, ഇതിനെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ഇപ്പോഴാണ് ചർച്ച ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തുടക്കം മുതൽക്കേ പറഞ്ഞു, നിങ്ങളെല്ലാവരും ചോദിക്കുന്ന മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണ്, ഞാൻ തയ്യാറല്ലെന്ന് പറയാൻ സാധിക്കുമോ? പക്ഷെ ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്രസക്തിയില്ല. 2026 വരെ നമുക്ക് കാത്തിരിക്കണം. ഇപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിയുമുണ്ട്, അദ്ദേഹത്തിന് വലിയൊരു ഭൂരിപക്ഷവുമുണ്ട്. ഈ സ്ഥാനം വേക്കൻ്റ് ആവാൻ ഒരു ധൃതിയുമില്ല. നമ്മൾ 3 വർഷം കാത്തിരിക്കണം. അതിന് മുമ്പേ 24 തെരഞ്ഞെടുപ്പുണ്ട്. അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കണം. അത് പാർട്ടിയും തീരുമാനിക്കും, ജനങ്ങളും തീരുമാനിക്കും എന്താ അവർക്ക് വേണ്ടത്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഒരു കാലത്തും ഇടപെടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ പി കെ കുഞ്ഞാലിക്കുട്ടി തരൂരിന്റെ സന്ദർശനങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയ മാനം നൽകേണ്ട എന്നും വ്യക്തമാക്കി. അല്ല, ലീഗിന് അതിനെ സംബന്ധിച്ച് പ്രത്യേക മാനങ്ങൾ ഇല്ല. ലീഗ് ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത് ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, അതുപോലെയൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ്, ആ നിലയ്ക്ക് നമ്മൾ കാണുന്നുള്ളൂ. ബുധനാഴ്ച മലപ്പുറം മാലാപ്പറമ്പിൽ MES സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത ശശി തരൂർ വെള്ളിയാഴ്ച കോഴിക്കോട് വെച്ച് സംസ്ഥാന നേതാക്കളെയും KNM നേതാക്കളെയും കാണുന്നുണ്ട്. ഇതിനു പുറമെ വൈകുന്നേരം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും. തന്നെ ക്ഷണിച്ചതനുസരിച്ചാണ് മതനേതാക്കളെ കാണുന്നതെന്ന് ശശി തരൂർ വിശദമാക്കുമ്പോഴും കൂടിക്കാഴ്ചകളുടെ രാഷ്ട്രീയം നൽകുന്ന സന്ദേശം വലുതാണ്. ന്യൂസ് 18 മലപ്പുറം. പരാതിക്കാരനെ കൊണ്ട് SI യുവാവിന്റെ കരണ തടിപ്പിച്ചെന്ന പരാതി. കൊല്ലം അഞ്ചാലമൂട് SI ജയശങ്കറിനെതിരെയാണ് തൃക്കരുവ സ്വദേശി സെബാസ്റ്റ്യൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സംഭവം വിവാദമായതോടെ ജയശങ്കർ അനൌദ്യോഗിക അവധിയിൽ പ്രവേശിച്ചു. പ്രാക്കുളം സാമ്പ്രാണിക്കോടിന് സമീപം മൃതദേഹം കണ്ടെത്തിയെന്നറിഞ്ഞ് കാണാനെത്തിയ സെബാസ്റ്റ്യനും പരാതിക്കാരനായ രാഹുലുമായി ഉന്തും തള്ളുമുണ്ടായി. മുൻപുണ്ടായിരുന്ന പ്രശ്നത്തെ ചൊല്ലിയായിരുന്നു ഉന്തും തള്ളുമുണ്ടായത്. ഇതിനു പിന്നാലെ രാഹുൽ സ്റ്റേഷനിലെത്തി പരാതി നൽകി. തുടർന്ന് രണ്ടുപേരെയും SI ജയശങ്കർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം സെബാസ്റ്റ്യനെ തല്ലാൻ SI ആവശ്യപ്പെട്ടു. വിസമ്മതിച്ച രാഹുലിനെ കൊണ്ട് സെബാസ്റ്റ്യനെ നിർബന്ധിച്ചടിപ്പിച്ചു. അങ്ങനെ SI സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് SI പറഞ്ഞ് നീ ഇവനെ അടിച്ചോന്ന് വെച്ചു രാഹുലിനെ. ഞാൻ പറഞ്ഞു അടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞ് നീ തിരിച്ചടിക്കടാന്ന് പറഞ്ഞു SI. രാവിലെ ആദ്യമേ അടിച്ചില്ല. SI പറഞ്ഞാൽ ഞാൻ ഇടാ പറയുന്നത് നീ അടിക്കടാന്ന് പറഞ്ഞ് രാഹുലിനെ കൊണ്ട് എൻ്റെ SIയുടെ റൂമിൽ വെച്ച് എന്നെ കണ്ണമ്പളൊക്കെ അടിപ്പിച്ചു. കൺട്രോൾ റൂം CIക്കാണ് നിലവിൽ സ്റ്റേഷന്റെ ചുമതല. സെബാസ്റ്റ്യനുമായി സംസാരിച്ച CI CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടിയെടുക്കാമെന്ന് അറിയിച്ചു. ഇതിനു പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സെബാസ്റ്റ്യൻ പരാതി നൽകി. തുടർന്ന് DCRB DYSP സ്റ്റേഷനിലെത്തി പ്രാഥമിക പരിശോധന നടത്തി. കമ്മീഷണർക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് 18 കൊല്ലം. കൊച്ചിയിൽ കൊടിതോരണം കഴുത്തിൽ കുടുങ്ങി ഇരുചക്ര യാത്രക്കാരന് പരിക്ക്. കൊച്ചി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരനായ സിബുവിനാണ് പരിക്കേറ്റത്. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി കെട്ടിയ തോരണമാണ് കഴുത്തിൽ കുടുങ്ങിയത്. തുണി കൊണ്ടുള്ള തോരണമാണ് കുടുങ്ങിയത്. അമിത വേഗതയിൽ അല്ലാത്തതിനാലാണ് വലിയ അപകടം ഒഴിവായത്. കാർണിവൽ കഴിഞ്ഞും തോരണം അഴിച്ചുമാറ്റാൻ വൈകിയതോടെ ഇവ പൊട്ടി ഇരുചക്ര വാഹന യാത്രികരുടെ കഴുത്തിൽ കുരുങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ജോലി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോഴേക്കും വീട്ടിലേക്ക് മടങ്ങി പോവായിരുന്നു. ആ സമയത്താണ് ഇവിടെ കാർണിവലിൻ്റെ തോരണങ്ങളെല്ലാം അഴിക്കുന്നത്. അത് ഒരു സൈഡിൽ നിന്ന് വളരെ മുറിച്ച് മാറ്റുന്ന പോലെ അയച്ച് ഒരു സൈഡിൽ നിന്ന് അയച്ച് താഴേക്ക് ഇടുന്ന പോലെ ഇവിടെ ചെയ്തേണ്ടിയെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ആക്റ്റീവ് വരുമ്പോഴേക്കും എൻ്റെ കഴുത്തിൽ കുടുങ്ങുകയും ചെറിയ പൊള്ളലേറ്റ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അവിടെ ആൾ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, ഒരു പൊള്ളൽ മാത്രം തൊല്ലി പോയത് മാത്രമേ തോന്നുള്ളൂ. എന്ത് സംഭവിച്ചാൽ ഞാൻ നിങ്ങളെ അത് വിവരം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞു, ഇന്നലെ 4 ദിവസത്തോളം കഴിഞ്ഞു. അതിന് ശേഷവും ഇപ്പോൾ എൻ്റെ നടുത്തും വല്ലാണ്ട് വേദന വരുന്നുണ്ട്. ആ ഒരു മുറിവ് ഉണങ്ങുകയും ചെയ്യുന്നില്ല. അതൊന്ന് അവധി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇടവേളയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. വീണ്ടും വാർത്തയിലേക്ക്. നിക്ഷേപ തട്ടിപ്പ് കേസിൽ സേഫ് ആൻഡ് സ്ട്രോങ് ഉടമ പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബഡ്സ് ആക്ടും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രവീൺ റാണയുടെ കൂട്ടാളി നവാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റാണയുടെ ബിസിനസ് പങ്കാളിയായ കണ്ണൂർ സ്വദേശിയിലേക്ക് അന്വേഷണം നീളുകയാണ്. 150 കോടി രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രവീൺ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. തൃശൂർ ഡിവൈഎസ്പി ഓഫീസിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. നിയമവിരുദ്ധ നിക്ഷേപ നിരോധന ആക്ടും വഞ്ചനാ കുറ്റവും ചുമത്തി ഉച്ചയോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. കൈവശം ഒന്നുമില്ലെന്നും ദരിദ്രനാണെന്നും റാണ പോലീസിന് മൊഴി നൽകി. റാണയുടെ കൂട്ടാളി നവാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അതേസമയം റാണയുടെ ബിസിനസ് പങ്കാളിയായ കണ്ണൂർ സ്വദേശിയിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. ഇയാൾക്ക് റാണ 13 കോടി നൽകിയെന്നാണ്
സൂചന. കണ്ണൂർ സ്വദേശിയായ ബിസിനസ് പങ്കാളിയെ ചോദ്യം ചെയ്യാൻ പോലീസും തീരുമാനിച്ചു. റാണയുടെ കൈവശമുണ്ടായിരുന്ന ഹാർഡ് ഡിസ്കുകൾ പോലീസ് പരിശോധിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകളടക്കം ഹാർഡ് ഡിസ്കിലുണ്ട്. പോലീസ് സൈബർ വിഭാഗമാണ് ഹാർഡ് ഡിസ്ക് പരിശോധിക്കുന്നത്. റാണയെ നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തൃശൂർ. അതിരപ്പിള്ളിയിൽ കുട്ടിയാനയെ തുമ്പിക്കൈ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ആരാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്നലെയാണ് അതിരപ്പിള്ളി എസ്റ്റേറ്റിൽ കുട്ടിയാനയെ ഗുരുതര പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയാനയുടെ തുമ്പിക്കൈ അറ്റുപോയത് എങ്ങനെയെന്നത് വിദഗ്ധ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. ഏതെങ്കിലും മൃഗം ആക്രമിച്ചപ്പോഴോ അതോ ഏതെങ്കിലും കുടുക്കിൽപ്പെട്ട് വലിച്ചപ്പോൾ അറ്റുപോയതാണോ ആരെങ്കിലും ചെയ്തതാണോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ആനയെ കണ്ടെത്തി പരിശോധിച്ചാലേ വിശദാംശങ്ങൾ ലഭ്യമാകൂവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുമ്പിക്കൈയില്ലാതെ ആന എങ്ങനെ ജീവിക്കുമെന്നതിലും ആശങ്കയുണ്ട്. മുറിവുണങ്ങിയതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആനക്കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. കുട്ടിയാന ആയതിനാൽ അമ്മ ആനയ്ക്കൊപ്പമാകുമെന്ന നിഗമനത്തിൽ കാട് മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. നാട്ടുകാരിൽ ഒരാളാണ് ആദ്യം ആനക്കൂട്ടത്തെ കാണുന്നത്. വനപാലകരെ വിവരം അറിയിച്ചു. അതനുസരിച്ച് മേഖലയിൽ ആനയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ടെന്നും അധികം വൈകാതെ ആനയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വനംവകുപ്പും. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് ദേശീയപാതയിലെ വൺ വേ തെറ്റിച്ച എതിർദിശയിൽ ലോറി ഓടിച്ചയാൾ അറസ്റ്റിൽ. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച ഒറ്റപ്പാലം ലക്കിടി സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. 5 വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ് ലോറി പാഞ്ഞുപോയത്. അവനാണ് വണ്ടികളെ മൊത്തം ഇടിച്ചിട്ടാ. അവനെ വിടരുത് ചേട്ടാ, അവനെ വിടരുത്. പിടിക്കടാ അവനെ പിടിക്കടാ. അവനവിടെ വണ്ടി കയറുമ്പോ നീ എത്ര പേരാണ് അവിടെ നിന്ന് ചേട്ടാ? അവിടെ പോലെ ഇവിടെ ചേട്ടാ അവനെ ചേട്ടാ അവൻ കാഴ്ച പറഞ്ഞത് ആ പിക്കപ്പാറിന്റെ മുമ്പിൽ ചാടിയതാണ്. അപ്പൊ 4 കിലോ ഒരു മൊത്തം 10-15 വണ്ടി ഇടിച്ചിട്ട് ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ നാഗ്പൂരിലെത്തിയ ഫാത്തിമ നിദ മരിച്ചതുമായി ബന്ധപ്പെട്ട സൈക്കിൾ പോളോ ഫെഡറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകി. നിദയുൾപ്പെടെയുള്ള ടീം അംഗങ്ങൾക്ക് ഭക്ഷണവും താമസ സൌകര്യവും നൽകിയിരുന്നു. ടീം അംഗങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് താമസ സൌകര്യം തെരഞ്ഞെടുത്തതെന്നും സെക്രട്ടറി വിശദീകരിച്ചു. കാര്യങ്ങൾ വിശദമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഫാത്തിമ നിദയുടെ മരണത്തിന് സൈക്കിൾ പോളോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ ഉത്തരവാദികളാണെന്ന് ആരോപിച്ച് കേരള സൈക്കിൾ പോളോ അസോസിയേഷൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയാണ് ജസ്റ്റിസ് VG അരുൺ പരിഗണിച്ചത്. മംഗളൂരുവിൽ മയക്കുമരുന്നുമായി മലയാളി ഡോക്ടർമാർ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി മംഗളൂരുവിലെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നവരാണ് ലഹരി ഉപയോഗത്തിന് പിടിയിലായത്. മെഡിക്കൽ ഓഫീസറായ തൃശൂർ സ്വദേശി ഡോക്ടർ സമീർ, തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ നാദിയ സിറാജ്, മെഡിക്കൽ സർജൻ ഡോക്ടർ മണിമാരൻ മുത്തു, ചണ്ഡീഗഡ് സ്വദേശി ഡോക്ടർ റിയ ചദ്ദ, ഡൽഹി സ്വദേശി ഡോക്ടർ ഷീജിത് ഗുപ്ത, പൂനെ സ്വദേശി ഡോക്ടർ ബാസിൻ, ഡോക്ടർ വർഷിണി, 3ാം വർഷ MD സൈക്കാട്രി വിദ്യാർത്ഥി ഡോക്ടർ ബാനു ദഹിയ, ബണ്ട്വാൾ സ്വദേശി മുഹമ്മദ് റൌഫ് എന്നിവരെയാണ് മംഗളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊത്ത കച്ചവടക്കാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നവരാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. ലണ്ടനിൽ നിന്ന് പഠിക്കാൻ മംഗളൂരുവിൽ വന്ന ബൺ സോഷ്യൽ സ്വദേശി നീൽ കിഷോർലാൽ റാംജി ഷായെ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു പ്രതികളെ പിടികൂടിയത്. ഡെന്റൽ കോളേജിൽ പഠനം തുടർന്ന ഇയാൾ കഴിഞ്ഞ 15 വർഷമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നില്ല.
വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ ലഹരി ഉപയോഗിച്ചതിന്റെയും വിൽപ്പന നടത്തിയതിന്റെയും തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കിയിൽ വഴിയിൽ കിടന്ന് കിട്ടിയ മദ്യം കഴിച്ച് അവശരായി ചികിത്സയിലായിരുന്നവരിൽ ഒരാൾ മരിച്ചു. അടിമാലി സ്വദേശി പടയാട്ടിൽ കുഞ്ഞുമോനാണ് മരിച്ചത്. ഒപ്പം മദ്യപിച്ച് കീരിത്തോട് സ്വദേശി മനു, അടിമാലി സ്വദേശി അനിൽ എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനുവരി 8-നായിരുന്നു സംഭവം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. എയർ കാർഗോ വഴി കടത്താൻ ശ്രമിച്ച കോടികൾ മൂല്യമുള്ള സ്വർണ്ണമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. റൈസ് കുക്കർ, എയർ ഫ്രയർ, ജ്യൂസ് മേക്കർ എന്നിവയിലൂടെ കടത്താൻ ശ്രമിച്ച 2.55 കോടിയുടെ സ്വർണ്ണമാണ് പിടിച്ചത്. കാപ്പാട് സ്വദേശി ഇസ്മയിൽ, അരിമ്പ്ര സ്വദേശിയായ അബ്ദുൾ റൌഫ് നാനത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തു. റൺവേ റീസർഫേസിംഗ് ജോലികൾക്കായി കരിപ്പൂരിൽ വിമാന സമയം പുനഃക്രമീകരിച്ചു. ഈ മാസം 15 മുതൽ 6 മാസത്തേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്നതും ഇറങ്ങുന്നതുമായ വിമാനങ്ങളുടെ സമയമാണ് പുനഃക്രമീകരിച്ചത്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് റൺവേ റീസർഫേസിംഗ് ജോലികൾ നടക്കുക. ഈ സമയത്ത് റൺവേ പൂർണ്ണമായും അടച്ചിടും. വൈകിട്ട് 6 മുതൽ രാവിലെ 10 വരെയുള്ള സമയത്ത് മാത്രമേ വിമാനങ്ങൾക്ക് ഇറങ്ങാനും പുറപ്പെടാനും സാധിക്കൂ. യാത്രക്കാർ പുതുക്കിയ സമയക്രമം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് വിമാനത്താവള ഡയറക്ടർ എസ് സുരേഷ് അറിയിച്ചു. അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. അങ്കമാലിയിലും പരിസരത്തും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1 കിലോ 170 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. മൂന്നൂർപ്പള്ളി സ്വദേശി വടക്കൻ വീട്ടിൽ ആൽവിൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് എത്തിച്ചു നൽകിയ അങ്കമാലി പവിഴപ്പൊങ്ങ് സ്വദേശി ഇഞ്ചക്കാടൻ വീട്ടിൽ സനൽ ബാബുവിനായി അന്വേഷണം ഊർജിതമാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതിനൂതന സാങ്കേതിക വിദ്യയുടെയും ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 100K മലപ്പുറം കോഡേഴ്സ് പദ്ധതിയിലെ ആദ്യ ബാച്ചിന്റെ കോൺവക്കേഷൻ നടന്നു. ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു. 50,000-ഓളം വിദ്യാർത്ഥികളാണ് ഇതിനോടകം പദ്ധതിയുടെ ഭാഗമായത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി കോഴ്സ് പൂർത്തിയാക്കിയ 1000 വിദ്യാർത്ഥികൾ കോൺവക്കേഷനിൽ പങ്കെടുത്തു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഏലൂർ VRL ലോജിസ്റ്റിക്സിൽ ഒത്തുതീർപ്പിന് വഴിതെളിയുന്നു. മാനേജ്മെന്റും തൊഴിലാളികളുമായി നാളെ ചർച്ച നടക്കും. ശമ്പള വർധനവിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് ചൂണ്ടിക്കാട്ടി CITU-വും INTUC-യും മാനേജ്മെന്റിന് കത്തയച്ചു. ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് CIT നേതാക്കളുടെ പിടിവാശി VRL ലോജിസ്റ്റിക്സ് ഏലൂരിലെ വെയർഹൌസ് അടച്ചുപൂട്ടിയത് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. പിന്നാലെ സ്ഥലം MLA കൂടിയായ വ്യവസായ മന്ത്രി P രാജീവ് വിഷയത്തിൽ ഇടപെട്ടു. സെക്രട്ടറി തല ചർച്ചകൾ പൂർത്തിയാക്കി. കമ്പനി നിർദ്ദേശിക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്യാമെന്ന് ചൂണ്ടിക്കാട്ടി CITU മാനേജ്മെന്റിന് കത്തയച്ചു. ഇതോടെയാണ് ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ലേബർ ഓഫീസിലാണ് ചർച്ച. നമ്മളുടെ ഒരു സ്റ്റാൻഡ് കൊണ്ട് ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനം അടച്ചുകൂട്ടി പോകുന്ന സ്ഥിതി ഉണ്ടാകില്ല. CITU അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുന്നത്. ഇപ്പൊ ഞാൻ അവസാനം ഇവർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ അയച്ചിരിക്കുന്നത് എന്താണോ മാനേജ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് പോസിറ്റീവായിട്ട് എന്താണോ മാനേജ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് ആ സജസ്റ്റ് ചെയ്യുന്നതായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്നുകൊണ്ട് അവർക്ക് മെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും റിപ്ലൈ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ലാത്ത മറ്റ് കാരണങ്ങൾ ഇതിനുണ്ടാവും. ഇത് തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ച് ഊരുകയാണ് അവർ ചെയ്യുന്നത്. മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന കയറ്റിറക്ക് കൂലിക്ക് ജോലി ചെയ്യാൻ സന്നദ്ധരാണെന്ന് ചൂണ്ടിക്കാട്ടി INTUC-യും കമ്പനിക്ക് മെയിൽ അയച്ചു. സ്ഥാപനം തുറക്കണമെന്നാവശ്യപ്പെട്ട് INTUC പ്രക്ഷോഭവും ആരംഭിച്ചിരുന്നു. നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് നല്ലൊരു വേതനം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അത് താഴോട്ട് വന്ന് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് വ്യക്തമാണ്. സ്ഥാപനം നിലനിൽക്കണം. 47-60 പേരുടെ കുടുംബാംഗങ്ങളെ നമുക്ക് സംരക്ഷിക്കേണ്ട ചുമതല യൂണിയനുകൾക്കുണ്ട്, തൊഴിലാളി ഭാഗത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും അതിന് ശ്രമിക്കും. 1 ടൺ കയറ്റിറക്കിന് 140 രൂപയായിരുന്നു നിലവിലെ നിരക്ക്. ചർച്ചകൾക്കൊടുവിൽ 20 രൂപ വർദ്ധിപ്പിച്ച് നൽകാമെന്ന് കമ്പനി സമ്മതിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം INTUC-യും ധാരണയിലെത്തി. എന്നാൽ 200 രൂപയിൽ കുറഞ്ഞ ഒത്തുതീർപ്പില്ലെന്ന് CITU നിലപാടെടുത്തോടെയാണ് മാനേജ്മെന്റ് കമ്പനി അടച്ചുപൂട്ടിയത്. നേരിട്ടും അല്ലാതെയും കമ്പനിയിൽ ജോലി നോക്കിയ 150ഓളം തൊഴിലാളികളാണ് കമ്പനി പൂട്ടിയതോടെ വഴിയാധാരമായത്. ന്യൂസ് 18 കൊച്ചി.
നയന സൂര്യന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകാൻ ഒരുങ്ങി വനിതാ സുഹൃത്ത്. നയനയുടെ പേരിൽ എഴുതിവെച്ച സ്വത്ത് തിരികെ ലഭിക്കാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവാവ് നയനയുടെ കരണത്തടിച്ച സംഭവം ഉൾപ്പെടെ സാക്ഷിമൊഴിയായി നൽകും. അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം പരസ്യപ്രതികരണം മതിയെന്ന നിലപാടിലാണ് വനിതാ സുഹൃത്ത്. നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക മൊഴി നൽകാൻ ഒരുങ്ങുകയാണ് വനിതാ സുഹൃത്ത്. അപായപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് സുഹൃത്ത് പറയുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് രൂപമായെങ്കിലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രാഥമിക വിശദാംശങ്ങൾ ശേഖരിക്കുന്ന നടപടിയിലാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ സുപ്രധാന മൊഴി അന്വേഷണ സംഘത്തിന് നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ സാക്ഷി. സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ മരണത്തിനു ശേഷം നയനയ്ക്ക് മർദ്ദനമേറ്റതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴിയായി നൽകാനാണ് തീരുമാനം. യുവാവ് മർദ്ദിച്ച സംഭവം നയന പറഞ്ഞത് സാക്ഷിമൊഴിയായി നൽകും. മുതിർന്ന സ്ത്രീ നയനെ പലപ്പോഴായി ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ചെയ്തിരുന്നു. സ്വത്തുതർക്കം ഇതിനു കാരണമായതായി പറയുന്നു. ഇക്കാര്യവും നയനയുടെ സുഹൃത്ത് മൊഴിയായി നൽകും. അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം പരസ്യപ്രതികരണം മധ്യ നിലപാടിലാണ് ഇവർ. വനിതാ സുഹൃത്ത് കാര്യങ്ങൾ വിശദീകരിച്ച് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരുന്നു. കേസന്വേഷണത്തിന് സഹായമായ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചതെന്ന് വനിതാ സുഹൃത്ത് പറയുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി മസൂന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. നയനയുടെ മരണം കൊലപാതകമാകാമെന്ന റിപ്പോർട്ടിലെ പ്രധാന നിഗമനം മൊഴിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ മ്യൂസിയം പോലീസ് ഒഴിവാക്കിയെന്ന് കഴിഞ്ഞ ദിവസം മുൻ പോലീസ് ഫോറൻസിക് സർജൻ ഡോക്ടർ ശശികല വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കേസിൽ വളരെ കൃത്യമായ അന്വേഷണവും ഇടപെടലും ഉണ്ടാകുമെന്ന നയനയുടെ കുടുംബത്തിന് CPM നേതാക്കളുടെ ഉറപ്പ്. മഹിളാ അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷ സൂസൻ കോടിയും CPM ജില്ലാ നേതാക്കളുമാണ് നയനയുടെ വീട് സന്ദർശിച്ചത്. മ്യൂസിയം SIയും പോലീസുകാരും തങ്ങളെ പറഞ്ഞു പറ്റിച്ചെന്ന് കുടുംബം നേതാക്കളോട് പറഞ്ഞു. നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ 3 വർഷത്തോളം സമർത്ഥമായി മറച്ചുവെക്കാൻ കഴിഞ്ഞത് ഞെട്ടലുളവാക്കുന്ന സംഗതിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സൂസൻ കോടി പറഞ്ഞു. ഒരു സഹോദരനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മ്യൂസിയം SI പങ്കുവച്ചത്. സഹോദരനും രക്ഷിതാക്കളും പറയുന്നത് അമ്പരപ്പോടെ മാത്രമേ കേട്ടുനിൽക്കാനാവൂ. മുഖ്യമന്ത്രി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടടക്കം പറഞ്ഞു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ വളരെ കൃത്യമായിട്ട് ഇടപെടും. പക്ഷേ ആ ഇരകളെ പോലും എല്ലാ തരത്തിലും വക്രീകരിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇന്ന് മാധ്യമങ്ങളുടെ അടക്കമുള്ള ചില ഭാഗങ്ങളിൽ നിന്ന് മറ്റ് ചില മേഖലകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയല്ല, കൃത്യമായി അവർക്ക് നീതി കിട്ടത്തക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് വളരെ കൃത്യമായി പരിപാലിക്കപ്പെടുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറണമെന്നെല്ലാം മുഖ്യമന്ത്രി മിനിഞ്ഞാന്നും പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായും അപ്പോൾ ഇത്തരമുള്ള കേസുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കും. ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാട്ടി കൊലപാതകി എന്ന ആരോപണം ഉന്നയിക്കാൻ തങ്ങളില്ലെന്ന് നയനയുടെ സഹോദരൻ മധു പറഞ്ഞു. എന്നാൽ ആരെയോ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണത്തിലൂടെ സത്യം തെളിയിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. മത്സ്യഫെഡ് ചെയർമാൻ P മനോഹരൻ, CPM ഏരിയ സെക്രട്ടറി PK ജയപ്രകാശ്, പ്രാദേശിക നേതാക്കൾ എന്നിവരും സൂസൻ കോടിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 കൊല്ലം. ബാലഭിക്ഷാടനം ആരോപിച്ച കൊച്ചിയിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന കുട്ടികൾ സ്വദേശമായ രാജസ്ഥാനിലെത്തി. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പമാണ് കുട്ടികൾ ജന്മനാട്ടിൽ മടങ്ങിയെത്തിയത്. അതിനിടെ ഇതര സംസ്ഥാന തെരുവ് കച്ചവടക്കാരുടെ മക്കളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കേരള ഹൈക്കോടതി ഊർജിതമാക്കി. ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് 7 വയസ്സുകാരൻ വികാസും 6 വയസ്സുകാരൻ വിഷ്ണുവും മാതാപിതാക്കൾക്കൊപ്പം കൊച്ചിയിലെത്തിയത്. മുത്തശ്ശിക്കൊപ്പമുള്ള നഗരയാത്ര എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചു. പോലീസ് പിടികൂടി ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചതോടെ മാതാപിതാക്കളെ പിരിഞ്ഞ് 37 നാൾ അനാഥ മന്ദിരത്തിൽ. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സ്വതന്ത്രരായതിൻ്റെ അടുത്ത നാൾ ഇരുവരും രാജസ്ഥാനിലേക്ക് മടങ്ങി. സ്വന്തം നാട്ടിൽ പോലീസിനെ ഭയക്കാതെ കഴിയാമല്ലോ എന്ന ആശ്വാസമാണ് ഗംഗാപൂരിലെ ഗ്രാമത്തിലെത്തിയ കുട്ടികൾക്ക്. കുട്ടികളെ മോചിപ്പിച്ചെങ്കിലും കുടുംബം നൽകിയ ഹർജി സമാന വിഷയത്തിലുള്ള പൊതുതാൽപര്യ ഹർജിയോടൊപ്പം പരിഗണിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. വഴിയോര കച്ചവടക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി. ഡേ കെയറുകളടക്കം സ്ഥാപിക്കുന്നതിനായി കോടതി സർക്കാരിന്റെ നിലപാട് തേടി. തെരുവിലുറങ്ങുന്ന ഈ ആളുകൾ ആരും ഈ പറഞ്ഞ പോലെ അനാഥരല്ല, വീടുള്ളവരും എല്ലാവിധ സംരക്ഷണത്തിന് യോഗ്യരായിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഏറ്റവും നല്ല തീരുമാനമാണ്. കഴിഞ്ഞ നവംബർ 29-നാണ് കൊച്ചി നഗരത്തിൽ നിന്ന് കുട്ടികളെ പോലീസ് ബാലഭിക്ഷാടനം ആരോപിച്ച് പിടികൂടിയത്. മക്കൾക്കായി 1 മാസത്തിലധികമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന രാജസ്ഥാൻ കുടുംബത്തിന്റെ ദൈന്യത ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി.
ഫോർട്ട് കൊച്ചിയിൽ ബിനാലെ അരങ്ങ് തകർക്കുമ്പോൾ കൊച്ചിയുടെ ചുവരുകളിൽ ചിത്രമെഴുതുകയാണ് ഒരു കലാകാരൻ. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ നിറഞ്ഞതാണ് സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങൾ. ഫോർട്ട് കൊച്ചിയുടെ തെരുവുകൾക്ക് അതിരിടുന്ന മതിലുകളെല്ലാം സഞ്ജയുടെ ക്യാൻവാസുകളാണ്. ഉടമകളുടെ അനുവാദം കിട്ടിയാൽ പിന്നെ തുടങ്ങുകയാണ്. കടും വർണ്ണങ്ങളിൽ ആശയങ്ങൾ ചിറകുവിരിക്കും. കഴിഞ്ഞ 6 വർഷമായി സഞ്ജയ് ഫോർട്ട് കൊച്ചിയുടെ മതിലുകളിൽ ചിത്രമെഴുതുന്നു. പുതുവത്സരാഘോഷങ്ങളോട് അനുബന്ധിച്ചാണ് ഇതെല്ലാം. പണച്ചെലവുണ്ട്, പക്ഷേ ഇതങ്ങ് ഇഷ്ടപ്പെട്ടുപോയി. ചെറുപ്പം തൊട്ട് ഡ്രോയിങ് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വോൾ ആർട്ടിലോട്ട് കടന്നത്. അപ്പോൾ ഒരു ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയാൽ അവർക്കും കുറച്ച് ഫണ്ണായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ്, നമ്മുടെ ആ ഒരു ചുറ്റുപാട് ക്ലീനും ആകും, ഭംഗിയാകും, കൊച്ചിനെ അതിസുന്ദരിയാക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് എടുത്തത്. തെയ്യവും ജലകന്യകയും പൂമ്പാറ്റയുമെല്ലാം ചുവരുകളിൽ നിറയുമ്പോൾ സഞ്ജയെ സഹായിക്കാൻ തൻ്റെ തന്നെ സ്കൂളായ ധ്രുവിൽ നിന്നുള്ള ചിത്രകലാ വിദ്യാർത്ഥികളുമെത്തും. ബിനാലെ എന്ന അന്തർദേശീയ ചിത്രകലാ സംഗമം കൊച്ചിയിൽ തുടരുമ്പോൾ അത് കാണാനെത്തുന്നവരും തൻ്റെ ചിത്രങ്ങളെ അഭിനന്ദിക്കാൻ വരുന്നുണ്ടെന്ന് അഭിമാനപൂർവ്വം സഞ്ജയ്. ബിനാലെ നടക്കുമ്പോഴും നമുക്കതിന് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലും നമ്മളുടാവുന്ന രീതിയിൽ എവിടെയെങ്കിലും ലോക്കലൈസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ബിനാലയ്ക്ക് മുമ്പ് ഞങ്ങളിത് ചെയ്യുമായിരുന്നു. അപ്പോൾ ചില സമയത്ത് ബിനാലയ്ക്ക് ശേഷം ചിലർ ഓർക്കും ഇത് ബിനാലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ടാഗ് പോലും എനിക്ക് വരാറുണ്ട്. കൊച്ചി ബിനാലെ എന്ന് പറഞ്ഞിട്ട് ഈ പിക്ചർ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷം. നമ്മൾ അതിലില്ലെങ്കിലും നമ്മുടെ പേര് ആ ബിനാലെ എന്ന രീതിയിൽ. ചിത്രങ്ങൾ പലതും ഇപ്പോൾ ഫോട്ടോ സ്പോട്ടുകളാണ്. ആളുകൾ മാറി മാറി വന്ന് ചിത്രമെടുക്കുമ്പോൾ അഭിമാനപൂർവ്വം അവയ്ക്കരികിലുണ്ട് സഞ്ജയും. ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയെ കൊതിപ്പിച്ച AGS ഓഫീസിലെ മുത്തശ്ശിമാവിലെ മാങ്ങ ഇനി സെക്രട്ടേറിയറ്റിലും കായ്ക്കും. വർഷത്തിൽ 4 പ്രാവശ്യം കായ്ക്കുന്ന മാങ്ങയ്ക്ക് 500 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ തൂക്കം വരും. തിരുവനന്തപുരം AGS ഓഫീസ് പരിസരത്ത് നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം മാവിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നട്ടു. തിരുവനന്തപുരം സ്റ്റാച്യൂയിലൂടെ കടന്നു പോകുന്ന ആരെയും കൊതിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അക്കൗണ്ട് ജനറൽ ഓഫീസ് പരിസരത്തെ മുത്തശ്ശിമാവിലെ ഭീമൻ മാങ്ങകൾ. ആയുസ് അധികമില്ലാത്ത 100-ലേറെ വർഷം പഴക്കമുള്ള മാവ് ഇല്ലാതാകും മുമ്പേ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വഴി തേടാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകി. ഇതോടെ കേരള കാർഷിക സർവകലാശാലയുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുത്തശ്ശിമാവിന്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത തൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നട്ടു. AGS ഓഫീസിന്റെ പേരിലെ AG എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കൊപ്പം മാങ്ങ എന്നതിന്റെ ഹിന്ദി വാക്കായ ആം എന്നതും ചേർത്ത് ആഗാം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വർഷത്തിൽ 4 പ്രാവശ്യം കായ്ക്കുന്ന മുത്തശ്ശിമാവിലെ ഒരു മാങ്ങയ്ക്ക് 500 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ തൂക്കം വരും. സ്വാദിഷ്ടമായതും കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്തതുമായ ഇനമാണിതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ജനാഭിമുഖ കുർബാന നിലനിർത്തിയേ പറ്റൂ എന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം. കുർബാന നിയമാനുസൃതമാക്കണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും ഇവർ വ്യക്തമാക്കും. കുർബാന ഏകീകരണത്തിൽ സിനഡിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇരുവശവും വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല.
മെത്രാൻ സമിതിയുമായുള്ള ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് പൂർത്തീകരിച്ചത്. സിനഡ് അവസാനിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമാനുസൃതമാക്കണമെന്ന് ആദ്യവട്ട ചർച്ചയിൽ വൈദികർ ഉൾപ്പെടുന്ന വിമത വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതു സംബന്ധിച്ചുള്ള സിനഡിന്റെ അഭിപ്രായം ഇതുവരെയും മെത്രാൻ സമിതിയെ അറിയിച്ചിട്ടില്ല. ഈ ആവശ്യമാണ് പ്രധാനമായും വിമത വിഭാഗം ഉയർത്തിക്കാട്ടുന്നതും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച നടത്താനിരുന്ന റാലി മാറ്റിവെച്ചു. പക്ഷെ ഞങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമുണ്ട്. അത് ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. എന്തായാലും മറ്റൊരു കാര്യം ഞങ്ങൾ സിനഡിനോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബസിലിക്ക ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആൻഡ്രൂസ് മെത്രാനെയും ആന്റണി പൂതവേലി അച്ഛനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് യാതൊരു ചർച്ചകളും യാതൊരു പരിഹാരങ്ങളും യാതൊരു സംഭവങ്ങളും ഉദിക്കുന്നില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ നിന്നും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. താഴത്തുമായി ഒരു ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് വിമതരും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബിഷപ്പിനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സിനഡിന് അധികാരമില്ലെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇതായിരുന്നു വിമത വിഭാഗത്തിന്റെ പ്രധാന ആവശ്യവും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പേരാമ്പ്രയിൽ BJP നേതാക്കൾക്കെതിരെയുള്ള പെട്രോൾ പമ്പ് കൈക്കൂലി കേസ് പുറത്തെത്താൻ കാരണമായത് പാർട്ടിയിലെ വിഭാഗീയത. പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് രജീഷിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി കലാപക്കൊടി ഉയർത്തുകയാണ് മറുവിഭാഗം. പേരാമ്പ്ര BJP മണ്ഡലം പ്രസിഡന്റ് രജീഷ്, നേതാക്കളായ രാഘവൻ, ശ്രീജിത്ത് എന്നിവരാണ് പെട്രോൾ പമ്പ് കൈക്കൂലി ആരോപണത്തിൽ കുടുങ്ങിയത്. നേതാക്കൾക്ക് കൈക്കൂലി നൽകുന്ന ദൃശ്യങ്ങൾ BJP അംഗവും പെട്രോൾ പമ്പ് ഉടമയുമായ പ്രജീഷ് തന്നെ പുറത്തുവിടുകയായിരുന്നു. ഇതേ ചൊല്ലി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ലിന് പിന്നാലെയായിരുന്നു നേതൃത്വത്തിന്റെ ഇടപെടൽ. സംഭവം ഒതുക്കാൻ ജില്ലാ നേതൃത്വം നീക്കം തുടങ്ങിയെങ്കിലും രജീഷിനെയും മറ്റ് നേതാക്കളെയും പുറത്താക്കണമെന്ന ഉറച്ച നിലപാടിലാണ് എതിർപക്ഷം. പ്രജീഷിന് എതിർവിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പരാതി അന്വേഷിക്കുന്ന കോർ കമ്മിറ്റിക്ക് മുമ്പിലും ഇതേ നിലപാടാണ് എതിർവിഭാഗം ഉന്നയിച്ചത്. കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ എതിർവിഭാഗത്തെ അനുനയിപ്പിക്കുക എളുപ്പമാകില്ല. പ്രജീഷിനോട് ജില്ലാ സംസ്ഥാന നേതാക്കൾ ഫോണിൽ സംസാരിച്ചതായാണ് വിവരം. കൈക്കൂലി വാങ്ങിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. കോർ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും നടപടി. പെട്രോൾ പമ്പ് വിവാദം ആദ്യമായൊന്നുമല്ല BJP നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത്. എന്നാൽ പേരാമ്പ്ര സംഭവത്തിൽ താഴെത്തട്ടിലുള്ള നേതാക്കളാണ് ആരോപണ വിധേയർ. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 164 കോടി രൂപ തിരിച്ചടയ്ക്കാൻ നോട്ടീസ്. സർക്കാർ ചിലവിൽ പാർട്ടി പരസ്യം പത്രങ്ങളിൽ നൽകിയ സംഭവത്തിൽ ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി. ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റിയാണ് നോട്ടീസ് നൽകിയത്. 10 ദിവസത്തിനകം തുക അടയ്ക്കണം എന്നാണ് നിർദ്ദേശം. ഡൽഹി ഓട്ടോ എക്സ്പോയുടെ ആദ്യ ദിനമായ ഇന്നലെ നിരവധി വാഹനങ്ങളാണ് അവതരിപ്പിച്ചത്. കൊമേഴ്ഷ്യൽ പാസഞ്ചർ വിഭാഗങ്ങളിലായി 59 വാഹനങ്ങളാണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. ഗ്രേറ്റർ നോയിഡയിലെ ഓട്ടോ എക്സ്പോയുടെ 2ാം ദിവസം പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ 2 പ്രമുഖ ബ്രാൻഡുകൾ 3 വാഹനങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. മാരുതി സുസുക്കിയും MGയുമാണ് വാഹനങ്ങൾ ഇന്ന് രാവിലെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓഫ് റോഡർ SUV ജിംനിയുടെ 5 സീറ്റർ വാഹനം ഇന്ന് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ഒപ്പം തന്നെ ഫ്രോൺസ് എന്ന് പറയുന്ന SUVയും മാരുതി സുസുക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 2 വാഹനങ്ങളുടെയും ബുക്കിംഗ് ഇന്നു മുതൽ തുടങ്ങുകയാണ്. ബ്രിട്ടീഷ് ഐതിഹാസിക ബ്രാൻഡായ മോറിസ് ഗ്യാരേജസ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ടെക്നോളജിയുള്ള മൾട്ടി പർപ്പസ് വെഹിക്കിൾ യോണിക് 7ഉം ഇന്ന് പ്രദർശിപ്പിച്ചു. ഈ വാഹനത്തിൻ്റെ ലോഞ്ചും നടന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ MG മറ്റ് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മേളയുടെ ആദ്യത്തെ 2 ദിവസം മീഡിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് 11 മണി മുതൽ ഈ മേളയിൽ പ്രദർശനം അനുവദിച്ചിട്ടുണ്ട്. ഇന്നാണ് ശരിക്കും ഡൽഹി ഓട്ടോ എക്സ്പോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. അപ്പോൾ ഗ്രേറ്റർ നോയിഡയിൽ നിന്നും ബിനു ബേസിലിനൊപ്പം ന്യൂസ് 18 കേരളത്തിന് വേണ്ടി ലക്ഷ്മി സി പിള്ളை. കായിക വാർത്തകൾ. ഇന്ത്യ ശ്രീലങ്ക 2ാം ഏകദിനത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ സ്പിന്നർ യുസ്വേന്ദ്ര ചാഹലിന് പകരം കുൽദീപ് യാദവിനെ ഉൾപ്പെടുത്തി. ജയിച്ചാൽ ഇന്ത്യയ്ക്ക് T20ക്ക് പുറമെ ഏകദിന പരമ്പരയും സ്വന്തമാക്കാം. ഗുവാഹത്തിയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 67 റൺസിന് ജയിച്ചിരുന്നു. ശബരിമല ഭക്തിസാന്ദ്രം.
ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിർത്തിവെച്ച അരവണ വിതരണം സന്നിധാനത്ത് വീണ്ടും പുനരാരംഭിച്ചു. ഏലക്കയ്ക്ക് ഗുണനിലവാരമില്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് അരവണ വിതരണം നിർത്തിവെക്കാൻ ഇന്നലെ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് ഏലക്ക ഒഴിവാക്കി പുതുതായി നിർമ്മിച്ച അരവണയാണ് ഇന്നലെ രാത്രി 12 മണിയോടെ വിതരണം തുടങ്ങിയത്. അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏലക്ക ഗുണനിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വിതരണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതോടെ 7 ലക്ഷത്തിലധികം സ്റ്റോക്ക് അരവണയാണ് വിതരണം ചെയ്യാൻ കഴിയാതെ വന്നത്. തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏലക്ക ഒഴിവാക്കി നിർമ്മിച്ച അരവണയാണ് രാത്രി വൈകി വിതരണം തുടങ്ങിയത്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പഴയ സ്റ്റോക്ക് മാളികപ്പുറത്തിന് സമീപമുള്ള ഗോഡൌണിലേക്ക് സീൽ ചെയ്തു മാറ്റി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ സന്നിധാനത്തുള്ള അരവണ കൗണ്ടർ, അതേപോലെ തന്നെ മാളികപ്പുറം അന്നദാനത്തിനടുത്തുള്ള കൗണ്ടറുകളിലുള്ള ബാച്ച് നമ്പർ 62 തൊട്ട് 69 വരെയുള്ള നിർമ്മാണം കഴിഞ്ഞ അരവണയുടെ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മളിപ്പം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത് മാളികപ്പുറത്തുള്ള ഗോഡൌണിൽ നമ്മൾ സീസ് ചെയ്ത് സീൽ ചെയ്യാണ്. ആ പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ 290 കൂട്ട് അരവണയാണ് നിർമ്മിക്കുന്നത്. ഒരു കൂട്ടിൽ 932 ക്യാൻ അരവണയാണ് തയ്യാറാക്കാൻ കഴിയുക. അങ്ങനെ വന്നാൽ ദിവസം 2,70,280 അരവണ നിർമ്മിക്കാൻ കഴിയും. പരമാവധി വേഗത്തിൽ ആവശ്യമായ അരവണ നിർമ്മിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം. ന്യൂസ് 18 സന്നിധാനം. മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. അതേസമയം പന്തളം കൊട്ടാരം കുടുംബാംഗം കൈപ്പുഴ മാളികയിൽ കൊട്ടാരത്തിൽ രോഹിണിനാൾ രുക്മിണി തമ്പുരാട്ടി അന്തരിച്ചതിനാൽ രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിക്കുന്നില്ല. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.